ഫ്രണ്ട്സുകാർക്കും ബാക്ക് ടു കിച്ചൻ്റെ നമ്മളെന്ന് വന്നിരിക്കുന്ന ഞാൻ ഈ നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്ന് വിശന്ന് വയറൊക്കെ കഴിച്ചിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നല്ല പാൽച്ചായൊക്കെ ഉണ്ട്. നമുക്കിതൊന്നത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്യാസ് സ്റ്റൗ കത്തിക്കണം. അപ്പം നൂഡിൽസ് നമ്മൾ 2 ഉണ്ടാക്കിയിട്ടുണ്ട്, 2 എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് സ്റ്റൗ ഒന്ന് കത്തിക്കാം. നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ നമുക്ക് ചെറുക്കണം. നമ്മളത് ഇത് ചൂടാവുന്നുണ്ട്. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ 2 നൂഡിൽസിലാക്കുന്നുണ്ട്. അപ്പം 2 മതിയാണെന്ന് തോന്നുന്നതിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കപ്പിൽ വെള്ളത്തിൽ ഇവിടെ ഒഴിക്കാം. അപ്പം അതാണ്. ഇനി നമുക്കിത് വെള്ളം ചൂടാകുമ്പോൾ ഈ നൂഡിൽസ് എടുത്തിട്ട് ഇതിനകത്തേക്ക് പൊടിക്കാണ്ടിടണം കേട്ടോ. അതിപ്പോൾ പൊടിച്ചിട്ടിടുമ്പോൾ അതിൻ്റെ ഒരു ഇങ്ങനെ നൂല് പോലെ വലിയതായിട്ടൊന്നും കിട്ടില്ല. അത് പൊടിഞ്ഞിട്ട് മിക്സർ പോലെയൊക്കെ ഉണ്ടാവും. ആ ഒരു ടൈപ്പിൽ നമുക്ക് വേണം വെച്ചിട്ട് നമ്മൾ പൊട്ടിക്കാനാണ് വേണ്ടി ഇടുന്നത്. അപ്പം ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമുക്ക് അങ്ങനെ തന്നെ ഇട്ടേക്കാം. അപ്പോൾ വെള്ളം അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാൻ കട്ടർ എടുക്കാം. ഇത് നമ്മൾ കട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതൊന്ന് പൊട്ടിക്കാം. ഞാൻ അപ്പുറത്ത് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പപ്പ ഇരിക്കുന്നുണ്ട്. അപ്പം പപ്പ അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടാകുന്നത് അതിന് അനുസരിച്ച് തുള്ളിയിട്ടൊക്കെയാണ് നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളം അത്യാവശ്യത്തിന് 1 പക്ഷെ 2 ഇല്ല. അപ്പം 2 ഒരു ഗ്ലാസ് കൂടി വെള്ളം വേണം. അത് ഞാൻ എടുത്തിട്ട് അപ്പം നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് ഉണ്ട്. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് 2ാമത്തെ പൊട്ടിക്കണം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ കണ്ണൂരിൽ വരുന്ന ആൾക്കാർക്ക് കുറച്ച് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അത് നിങ്ങൾ ഉറപ്പായിട്ടല്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പോയി കാണണം. ഫസ്റ്റ് തന്നെയായിട്ട് നമ്മൾ കണ്ണൂരിൽ തന്നെ മറ്റേ ഒരു ഫെസ്റ്റിവൽ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഫെസ്റ്റിവലിന് നിങ്ങൾ ഉറപ്പായിട്ട് പോയിരിക്കണം. നല്ല അടിപൊളി ഫെസ്റ്റിവലാണ്. നല്ല വലിയതൊക്കെ ആയിട്ട് എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട്. എല്ലാ കൊല്ലവും 2-3 പ്രാവശ്യത്തിലും ഇങ്ങനെ ചേഞ്ച് വരും. മീൻസ് ക്രിസ്മസിൻ്റെ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ, വിഷുവിനുള്ളത്, ഓണത്തിൻ്റെത്, പിന്നെ പെരുന്നാൾ അങ്ങനെയൊക്കെ കുറച്ച് വലിയ കാര്യങ്ങൾ എന്താണ് നമ്മളെ ആഘോഷിക്കുന്നുണ്ടാവില്ലേ, വലിയ ആഘോഷങ്ങൾ. അപ്പം അതിനൊക്കെ ഇതിനുണ്ടാവും കേട്ടോ. നിങ്ങളെന്തായാലും അവിടെ പോയിരിക്കണം കേട്ടോ. പിന്നെ മാടായിപ്പാറ ഓണത്തിൻ്റെ ടൈമിൽ ഓണം വെക്കേഷനായാൽ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ പോകാം. കാക്കപ്പൂ ഉണ്ടാവില്ലേ, ഒരു പർപ്പിൾ കളർ പൂ, കാക്കപ്പൂ ഒക്കെ ഉണ്ടാവും. നല്ല രസമാണ്. പാറയൊക്കെ ഉണ്ടാവും, ഫോട്ടോ എടുക്കാം. പിന്നെ അവിടെ കുറേ 2 കാവുണ്ട്, ഒരു അമ്പലവും ഒരു കാവുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോയി തൊഴിലിട്ടൊക്കെ വരാം. പിന്നെ നമ്മളെ പെറ്റ് സ്റ്റേഷൻ, അതിപ്പം ആർക്കും അറിയാം, ഇപ്പം ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പെറ്റ് സ്റ്റേഷൻ. നമ്മളെ കണ്ണൂരിലുള്ളതാണ്. കണ്ണൂർ പഴയങ്ങാടി മാട്ടൂരുണ്ടാവില്ലേ, മാട്ടൂർ സൗത്തിൽ നിന്ന് നോർത്തിനും പോവാം. അപ്പം അവിടെ നിന്ന് നമ്മൾ ബീച്ചിലേക്ക് കിടക്കുമ്പോഴായിരുന്നു മറ്റേ പെറ്റ് സ്റ്റേഷൻ കാണാം. അവിടെ പെറ്റ് സ്റ്റേഷനും ഉണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് രാത്രി ഇങ്ങനെ പറ്റുമെങ്കിൽ 8 മണിക്കാണ് ഒരു ക്ലോസ് ചെയ്യുക. അപ്പോൾ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടിപ്പറന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്നെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പറന്ന് ഇഷ്ടം പോലെ ഹോട്ടൽസും കുഞ്ഞു കടകളും എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ
ഇവിടെ നമ്മളെ നോർത്ത് കടപ്പുറമുണ്ടാവില്ലേ, അവിടെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, ലേഡീസിന് മാത്രമായിട്ട് രാത്രി 1 മണിക്കാണെങ്കിലും അതുവഴി നടക്കുക. കാരണം അവിടെ CCTV എല്ലാം വച്ചിട്ടുണ്ട്. കാരണം അവിടെ ലൈറ്റൊന്നും ഒരു പ്രദേശം ഇല്ലാണ്ട് പെണ്ണുങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഇതൊക്കെ ആയിട്ട് അവിടെ ആണുങ്ങളൊക്കെ വന്നിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നടക്കാൻ ഇതൊക്കെ ആയിട്ട് അവിടെ CCTV ലൈറ്റ് എല്ലാം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയും പോവാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി സ്ഥലത്തുനിന്ന് ഫാമിലി ആയിട്ട് കുറച്ച് അപ്പുറത്തേക്ക് സിറ്റിംഗ് പ്ലേസ് ഉണ്ട്. പിന്നെ 2 കടകളുണ്ട്, വലിയ കടകളുണ്ട്. വലുതൊക്കെ പറഞ്ഞാൽ ഹോട്ടൽ പോലെയൊന്നുമല്ല, ഇത് തട്ടുകട. ആയിഷ അവിടെ നിന്നൊക്കെ ഇരുന്നോ, കുടിക്കാൻ തിന്നാനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് കേട്ടോ. പിന്നെ സ്പൂൺ എടുക്കാനാണ് പോയത്. നമ്മുടെ നൂഡിൽസൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ പൊട്ടിയൊന്നും ഇപ്പം ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എല്ലാവരും ഒന്ന് പോയി കാണുന്നു കേട്ടോ, നല്ല രസമാണ്. നമ്മുടെ ബസ് സ്റ്റേഷൻ്റെ സൈഡിൽ ഒരു സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ, സ്വിമ്മിങ് പൂള്. അപ്പോൾ അവർ തന്നെ അവർ തന്നെ അവിടെ നിങ്ങൾക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന കുറച്ച് സ്വിമ്മിങ് പൂളുണ്ട് കേട്ടോ. അവിടെ എപ്പോഴും തിരക്കാണ്, എപ്പോഴും ഇല്ല, നല്ല ആൾക്കാരൊക്കെ പോകുന്ന സ്ഥലമാണ്. കാരണം ബസ് സ്റ്റേഷനല്ലേ, എല്ലാവരും വരുന്ന ആൾക്കാരൊക്കെ അവിടെ കയറിയിട്ടേ പോവുള്ളൂ. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ കല്യാണം, എൻഗേജ്മെൻറ്റ്, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പറഞ്ഞ സ്വിമ്മിങ് പൂള് അതിന് തൊട്ട് വെക്കുക തന്നെ വലിയൊരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ടാവും. റൂമും മറ്റേ സ്റ്റേജും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് സുഖം തന്നെയാണ്. ബാക്കി നമ്മളൊരു കൊട്ടാരം പോലെ ഉണ്ടാവും. അതാണ് ആ ബസ് സ്റ്റേഷനിൽ ഹൈലൈറ്റ് അതാണ് കേട്ടോ. അപ്പം അത് സീനാണ്. നിങ്ങൾക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ അതൊക്കെ എന്ത് സെലിബ്രേറ്റ് ചെയ്യും. അപ്പം നമ്മുടെ നൂഡിൽസ് ഇവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമുക്കൊരു കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഒരു കാര്യം മറന്നു കേട്ടോ, നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന സുപ്പി നൂഡിൽസാണ്. സുപ്പി നൂഡിൽസ് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. നമ്മൾ നോർമൽ സുപ്പി നൂഡിൽസ് ഉണ്ടാവില്ലേ, സുപ്പി നൂഡിൽസിനൊക്കെ പറഞ്ഞാൽ ഹോട്ടലിൽ കിട്ടുന്നത് വേറെ തന്നെ ഒരു ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ നല്ല നോർമൽ മസാല മാത്രം ഇട്ടിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇതാണ് ആ സാധനം. നിങ്ങളത് എന്തായാലും വാങ്ങിയിട്ട് എണ്ണയിൽ സാധാ എണ്ണയിൽ നിങ്ങൾക്ക് ഇരിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ ഉണ്ടാവും. നിങ്ങൾക്ക് അത് വാങ്ങിയിട്ട് നിങ്ങൾ പൊരിച്ചിടും. പിന്നെ ഒരു സ്ഥലം കൂടിയുണ്ട്, നമ്മൾ പഴയങ്ങാടി നിങ്ങൾ ഉറപ്പായിട്ട് വന്നു, കണ്ണൂർ പഴയങ്ങാടി വന്നാൽ ഉറപ്പായിട്ട് ഷോപ്പിക്സ് കാണാൻ കേട്ടോ. എല്ലാവർക്കും ഇപ്പം അതെനിക്ക് ഷോപ്പിക്സ് ഉണ്ട്. ഷോപ്പിക്സിൽ ഗെയിംസ് ഉണ്ട്, പിന്നെ കുറേ എന്ത് സാധനങ്ങൾ നമ്മളിപ്പം സ്കൂളൊക്കെ ഓപ്പണിംഗ് അല്ലേ, അവിടെ ബാഗ്, ബോക്സ്, കിറ്റ്, കൊട, ഇങ്ങനത്തെ എല്ലാതരം സാധനങ്ങളും അവിടെ കിട്ടും. പിന്നെ ഫുഡ് ഐറ്റംസ്, പിന്നെ കസ്റ്റമർ കെയർ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മറ്റേ പാത്രങ്ങൾ, ലഞ്ച് ബോക്സ്, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, സ്നാക്സ് ബോക്സ്, ഇങ്ങനെ പറഞ്ഞ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. പാത്രങ്ങൾ ഇങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പാത്രങ്ങൾ, പ്ലേറ്റ്സ്, പിന്നെ കുപ്പിൻ്റെ സാധനങ്ങൾ, പിന്നെ ക്ലോക്സ് ഒക്കെ നമ്മളെ വീട്ടിലേക്ക് വെക്കാൻ പറ്റിയ കുറേ ഡിഫറെൻറ്റ് ടൈപ്സിലെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മൾ നൂഡിൽസ് വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായി സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മളെ നൂഡിൽസൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നമുക്ക് ഒരു ഫ്രഷ് സാധനം തന്നിട്ട്, അപ്പോൾ അതിനാണ് തന്നിട്ടുള്ളത്.
ചെയ്തേ. അപ്പം നമ്മൾ നൂഡിൽസ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാണിച്ച് ഇതാണ് നമ്മുടെ നൂഡിൽസ് ഉള്ളത്. നമ്മൾ നൂഡിൽസ് അങ്ങനെയാണുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്കിന്നെന്താ നമ്മൾ നൂഡിൽസൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ നൂഡിൽസിൻ്റെ ആയും കൂടെ കാണിച്ചു തരാൻ വേണ്ടിക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൂഡിൽസ് തിന്ന് നോക്കാം. ഉദ്രണ്ട് ഇഷ്ടം ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്നും പറയാനില്ല. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് വൈൻഡ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.